എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.kannur.ac.in/fyugp 2024/index.php എന്നുള്ള ഈ ഒരു പേജിലൂടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. നിലവിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല. അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ജൂൺ 11 എന്നതുപോലെ തന്നെ ജൂൺ 13 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. പാസ്വേഡ് മറന്നുപോയാൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഹയർ സെക്കൻഡറിയുടെ അതായത് +2ൻ്റെ രജിസ്ട്രേഷൻ നമ്പറും നൽകി ചേഞ്ച് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു മാൻഡറ്ററി ഫീസ് അടയ്ക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ഒരു മാൻഡറ്ററി ഫീസ് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. അപ്പോൾ HSC, VHSC, CBSE, ICSE കാറ്റഗറിയിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് ആ ഒരു വിഭാഗത്തിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് SC ST വിഭാഗമാണ് എങ്കിൽ 930, മറ്റ് കാറ്റഗറി ഉള്ളവരാണെങ്കിൽ 1850 രൂപയുമാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ NIOS അതർ സ്റ്റേറ്റ് ബോർഡ് കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് SC ST വിഭാഗത്തിലുള്ളവരാണെങ്കിൽ 720, അതുപോലെ തന്നെ മറ്റു കാറ്റഗറിയിലുള്ളവർക്കാണ് എങ്കിൽ 1640 രൂപയുമാണ് ഫീസിനത്തിൽ വരിക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാൻഡറ്ററി ഫീസ് അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റും അതുപോലെ ഇനി വരുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇപ്പോൾ ലഭിക്കുന്ന അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ഓപ്ഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്കൻഡോ അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ ആ ഒരു കിട്ടിയ ഓപ്ഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഹയർ ഓപ്ഷൻസ് ഒന്നും നോക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കോളേജിൽ അഡ്മിഷൻ നേടേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയുള്ളൂ. അതുപോലെ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നൽകുമ്പോൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റുകളും അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് നൽകുമ്പോൾ നൽകിയിട്ടുള്ള ഡോക്യുമെൻറ്റ് ഒഴികെ മറ്റൊരു ഡോക്യുമെൻറ്റുകളും അഡ്മിഷൻ സമയത്ത് പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നാണ് പ്രസിദ്ധീകരിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 13-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാൻഡറ്ററി ഫീസ് അടക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഓപ്ഷൻ താല്പര്യമുണ്ട്, നിങ്ങൾ ഇനി ഹയർ ഓപ്ഷൻസ് ഒന്നും നോക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് ഉറപ്പാക്കുകയും ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് നൽകുകയും ചെയ്യേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ആ ഒരു ഹയർ ഓപ്ഷൻ പരിഗണിക്കുന്നതായിരിക്കും. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 18-ാം തീയതിയാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റും കോളേജ് ജോയിനിങ്ങും ആരംഭിക്കുന്നത്, അത് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള കോളേജ് ജോയിനിങ് ആരംഭിക്കുന്നത് 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയുള്ളൂ. അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ഫീ പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുമ്പോൾ എടുക്കേണ്ടതാണ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുന്നത് 24-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ നേടേണ്ടത് അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഈ ഒരു 25-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഈ ഒരു ജൂലൈ 1-ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് ഇന്ന് രാത്രിയോടെ പ്രസിദ്ധീകരിക്കും, അതായത് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.